സെക്സിന് വേഗം പകരുന്ന ഒരാളെ സെക്സ് മൂഡിലെത്തിക്കുന്ന ഘടകങ്ങൾ പലതുണ്ട്. ഇതിന് പൊതു സ്വഭാവമാണെങ്കിലും പുരുഷൻ്റെയും സ്ത്രീയുടെയും കാര്യത്തിൽ ഇത് വ്യത്യസ്തങ്ങളുമാണ്. സ്ത്രീക്കും പുരുഷനും ശരീരത്തിൽ വികാരങ്ങൾ ഉണർത്തുന്ന ചില സെൻസിറ്റീവ് ഏരിയകളുണ്ട്. രണ്ടുപേർക്കും ഇത് വ്യത്യാസപ്പെട്ടിരിക്കും. സ്ത്രീ ശരീരത്തിൽ മിക്കയിടങ്ങളിലും ലൈംഗികോത്തേജം ഉളവാക്കുന്ന സ്പോട്ടുകളാണ്. എന്നാൽ ഒരു പുരുഷനിൽ അങ്ങനെയല്ല. ഒരു പുരുഷൻ്റെ ഹോട്ട്സ്പോട്ടുകൾ എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ പരസ്പരം ബന്ധപ്പെടുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കാം. സ്പർശനം എന്നത് സെക്സിന് വേഗം പകരുന്ന ഒന്നാണ്. സെക്സിലെ അടിസ്ഥാനമാണ്. ഒരാളെ സെക്സ് മൂഡിലെത്തിക്കുന്ന വിവിധ ഘടകങ്ങളിൽ ഒന്നാണ് ഇത്. പുരുഷനും ഇത്തരം സ്പർശന ഇടങ്ങളുണ്ട്. ഇത്തരം ഭാഗത്തെ സ്പർശനം പുരുഷന് സെക്സ് മൂഡിലെത്തിക്കും. ഇത്തരം ഭാഗങ്ങളെക്കുറിച്ചറിയാൻ ഈ വീഡിയോ മുഴുവനായി കാണുക. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ചില പ്രത്യേക ഭാഗങ്ങളിലെ സ്പർശനം അവളെ ഈ മൂഡിലേക്ക് എത്തിക്കും. ഇതുപോലെ തന്നെ പുരുഷനും ഇത്തരം സ്പർശന ഇടമുണ്ട്. ഇത്തരം ഭാഗങ്ങളിൽ സ്പർശിച്ച് നിങ്ങൾക്ക് ഫോർപ്ലേ കൂടുതൽ സുന്ദരവും ഉത്തേജനം നിറഞ്ഞതുമാക്കാവുന്നതാണ്. നിങ്ങളുടെ പങ്കാളിയുടെ ശരീരത്തിലുള്ള ഈ വികാര കേന്ദ്രങ്ങൾ സ്പർശിച്ച് നിങ്ങൾക്ക് അവനെ കൂടുതൽ ഹോട്ടായി നിലനിർത്താം. ഫോർപ്ലേയിലും തുടർന്നും പുരുഷനെ ഉണർത്താവുന്ന ചില ഹോട്ട്സ്പോട്ടുകൾ ഇവിടെ വിവരിക്കുകയാണ്. പുരുഷൻ്റെ കഴുത്തിൻ്റെ മുൻഭാഗത്ത്. പുരുഷൻ്റെ കഴുത്തിൻ്റെ മുൻഭാഗത്ത് നാം പൊതുവെ പറയുന്ന ഭാഗമാണ് ആദംസ് ആപ്പിൾ എന്ന വീർത്തിരിക്കുന്ന ഭാഗം. ഇവിടുത്തെ സ്പർശനം പുരുഷനെ മൂഡിലെത്തിക്കും. ഈ ഭാഗത്താണ് തൈറോയിഡ് ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നതും. പണ്ടുകാലത്ത് തൈറോയിഡ് ഗ്ലാൻഡ് സെക്സ് അവയവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് വിശ്വസിച്ചിരുന്നു. ഇതിൽ വാസ്തവം എന്തെന്നറിയില്ലെങ്കിലും തൈറോയിഡ് ഹോർമോൺ പ്രശ്നങ്ങൾ സെക്സ് താൽപ്പര്യക്കുറവുണ്ടാക്കും. ഈ ഭാഗത്തുള്ള സ്പർശനം പുരുഷനെ ഉണർത്തുവാൻ വളരെയേറെ സഹായിക്കുന്നതാണ്. ചെവിയുടെ പിൻഭാഗം. സ്ത്രീകൾക്കും അതുപോലെ തന്നെ പുരുഷന്മാർക്കും വളരെ സെൻസിറ്റീവായ വികാര കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. ഇവിടങ്ങളിലെ സ്പർശനം അവനിലും വികാരങ്ങൾ ഉണർത്തും. ചെവിയുടെ പുറകിൽ സൗമ്യമായ ഒരു ചുംബനം നൽകി അവനെ സന്തോഷിപ്പിക്കുക. നിങ്ങളുടെ പങ്കാളിയുടെ മാനസികാവസ്ഥ മാറുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. പുരുഷൻ്റെ പാദത്തിൻ്റെ അടിവശം. ഈ ഭാഗത്തെ സ്പർശനവും പുരുഷനെ ഉണർത്തുന്ന ഒന്നാണ്. കാലിനടിയിലാണ് കൂടുതൽ നാഡീ ഭാഗങ്ങളുള്ളത്. കാലിലെ ആർച്ച് പോലുള്ള ഭാഗത്തിൻ്റെ മുൻഭാഗത്തായി മെല്ലെ മെല്ലെ അമർത്തിയാൽ ശരീരത്തിലേക്കുള്ള രക്തപ്രവാഹം വർദ്ധിക്കും. ഇത് പുരുഷനെ സെക്സ് മൂഡിലെത്തിക്കുകയും ചെയ്യും. കീഴ്ചുണ്ട്. കീഴ്ചുണ്ടാണ് മറ്റൊരു ഭാഗം. പൊതുവെ ഇത് സെൻസിറ്റീവായ ഒരിടമാണ്. ഈ ഭാഗത്തെ ചുംബനവും സ്പർശനവുമെല്ലാം തന്നെ പുരുഷനെ സെക്സ് മൂഡിലേക്ക് നയിക്കും. ഈ ഭാഗം സ്പർശിക്കുക പുരുഷനെ മൂഡിലെത്തിക്കുവാൻ സ്ത്രീ സ്പർശിക്കേണ്ട ഇടമാണിത്. നാവ്. ആഴത്തിലുള്ള ചുംബനം എത്രമാത്രം ലൈംഗികവും ഇന്ദ്രിയവുമാണെന്നതിൽ സംശയിക്കാനില്ല. നിങ്ങളുടെ പുരുഷ പങ്കാളിയെ ഓണാക്കുവാനുള്ള ഏറ്റവും ലളിതമായ മാർഗമാണിത്. ചുംബനം ചുണ്ടിൽ മാത്രം ഒതുക്കാതെ നാക്കിൽ ചെറുതായി കടിക്കുകയും നിങ്ങളുടെ നാവ് അവൻ്റെ നാവിന് ചുറ്റും കറക്കുകയും അവൻ്റെ നാവ് ചെറുതായി വലിക്കുകയും ചെയ്യുന്നത് വളരെ വളരെ നല്ലതാണ്. മുടിയിൽ മൃദുവായി തലോടുക. മുടിയിൽ മൃദുവായി തലോടുന്നതും പുരുഷനെ ഉണർത്തുവാൻ സഹായിക്കുന്നതാണ്. ഈ ഭാഗത്തും, അതായത് ശിരോചർമ്മത്തിനും നാഡീവ്യൂഹങ്ങളുടെ വേരുണ്ട്. ഇതും പുരുഷനെ ഉണർത്തുവാൻ സഹായിക്കും. എന്നാൽ മൃദുവായി മാത്രം വലിക്കുക, പതുക്കെ മസാജ് ചെയ്യുക. മുടിയകൾക്കിടയിലൂടെ വിരലോടിക്കുന്നത് പുരുഷനും സ്ത്രീക്കുമെല്ലാം ഒരുപോലെ താല്പര്യമുള്ള കാര്യങ്ങളാണ്. നിപ്പിൾ. പുരുഷൻ്റെ നെഞ്ചിലും നിപ്പിളും ഒരു ഹോട്ട്സ്പോട്ടാണ്. ആമുഖ ലീലകൾക്കിടെ അവനെ നിപ്പിളിലുള്ള സ്പർശനം നിങ്ങളെ വളരെയധികം ചൂട് പിടിപ്പിക്കും. പുരുഷൻ്റെ സ്പൈൻ അഥവാ മുതുകല്ലിന് താഴെ. പുരുഷൻ്റെ സ്പൈൻ അഥവാ മുതുകല്ലിന് താഴെ മുതൽ മുകളിലേക്കുള്ള സ്പർശനവും പുരുഷനെ ഉണർത്തുന്ന ഇടം തന്നെയാണെന്ന് പഠനങ്ങൾ വിശദീകരിക്കുന്നു. പുരുഷന് സെൻസിറ്റിവിറ്റി നൽകുന്ന ഇടമാണിത്. ഇതുപോലെ പുരുഷൻ്റെ അവയവ ഭാഗങ്ങളായ പെരിനിയം, വൃഷണങ്ങൾ എന്നീ ഭാഗങ്ങളിലെ സ്പർശനവും ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ്.